welcome to my channel Alara's Family. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ, മറക്കല്ലേ. നിങ്ങൾ എല്ലാവരുടെ വീഡിയോസ് കാണാറുണ്ടോ? ഇഷ്ടപ്പെടാറുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ റെഡി അല്ലേ? കോവയ്ക്ക കൊണ്ടാട്ടം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഗൈസ്? നമ്മളിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് പോകണം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് കോവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കോവയ്ക്കൊക്കെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിനുശേഷം നമ്മളൊന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. ആവി എടുത്ത് കഴിയുമ്പോൾ ഈ ഒരു യെല്ലോയിഷ് കളർ വരും. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം. ഒരു 2 days ഒക്കെ വെയിലത്ത് വെക്കണം. പക്ഷേ ഞങ്ങൾക്കിവിടെ വെയിൽ കൂടുതലായതുകൊണ്ട് തന്നെ 1 day മതിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈവനിങ് നമുക്ക് നോക്കാം എന്തേ ഉണങ്ങിയെന്ന്. അപ്പം ഞാൻ അതിന് വേണ്ടി കവറൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി ടെറസിൽ പോയി. പിള്ളേരെ കൊണ്ടുപോയില്ല കേട്ടോ, ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് പിള്ളേരെ കൊണ്ടുപോയില്ല. നന്നായിട്ട് എല്ലാം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നന്നായിട്ട് ഒന്നും ടച്ച് ചെയ്യാതെ തന്നെ എല്ലാം നന്നായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്തു. ഒരു കവറിൽ തികയുമെന്ന് വിചാരിച്ചു, പക്ഷേ കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ളതുപോലെ തോന്നിയതുകൊണ്ട് ഞാൻ വേറൊരു കവറോട് സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു. ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഇരുന്ന് നിരത്താൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും കോവയ്ക്ക കൊണ്ടാട്ടം കഴിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി കാണാത്തവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കോവയ്ക്ക നോർമലി നമ്മളെല്ലാം അങ്ങനെ വറുത്ത് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് കണ്ടന്റ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എങ്കിലും മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുക്കാം. ഞങ്ങൾ ഈ വീഡിയോസ് എടുക്കുമ്പോൾ ടിറ്റി ഞങ്ങളെ ഇടയ്ക്ക് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ കോവയ്ക്ക അരിഞ്ഞ് വറുത്തങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല. എൻ്റെ അമ്മയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി തന്ന് പഠിപ്പിച്ചത്. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാനായിട്ട് ഉണ്ടാക്കുന്ന ഫസ്റ്റ് ടൈമാണ്. എങ്ങനെയുണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്ന് നോക്കാം. പാവയ്ക്ക ഇടയ്ക്കൊക്കെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു വേനൽക്കാലമൊക്കെ വരുമ്പോൾ. പക്ഷെ കോവയ്ക്ക അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഒരു വെറൈറ്റി പോലെ അമ്മ ഒരു ദിവസം ഉണ്ടാക്കി നോക്കി. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. കേരളത്തിലേക്കാട്ടിലും ചൂട് ആന്ധ്രാപ്രദേശിലുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ മക്കൾക്കൊക്കെ ഒരു വെറൈറ്റി ചിപ്സ് പോലൊക്കെ കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇതിനു വേണ്ടി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തത്. മിച്ചം വന്നതെല്ലാം ഞാൻ വേറൊരു കവറിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇതെല്ലാം ഈവനിങ് ആകുമ്പോഴേക്കും ഇത് എത്രത്തോളം ഉണങ്ങിയെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് നാളെയും കൊണ്ട് ചൂട് കൊള്ളിക്കണമെന്ന് നോക്കാനായിട്ട്. ഇവിടുത്തെ ചൂട് കൊണ്ട് ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിത് ഉണങ്ങി എടുത്തതിന് ശേഷം നമുക്കൊരു ടിന്നിലോ അങ്ങനെ ഇട്ട് സൂക്ഷിച്ച് വെക്കാം. ടെമ്പറേച്ചർ വളരെ ഹൈ ആണെങ്കിലും ടെറസിൽ ഇച്ചിരി കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാറ്റത്ത് നമ്മുടെ കോവയ്ക്കയും കവറും ഒന്നും പറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കല്ലൊക്കെ വെച്ച് ചെറിയ ചെറിയ കല്ലുകളൊക്കെ വെച്ചിട്ട് കവറിൻ്റെ സൈഡിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ പാവയ്ക്കയും കോവയ്ക്കയും ഉണങ്ങുമ്പം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് ഇത് കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് ചെറുതായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. കോവയ്ക്കൊക്കെ അവൈലബിൾ ആണല്ലോ നമ്മുടെ കേരളത്തിൽ. അതുകൊണ്ട് കോവയ്ക്കയും പാവയ്ക്കൊക്കെ ഇങ്ങനെ ചിപ്സൊക്കെ ആക്കി പിള്ളേർക്ക് കൊടുക്കുക. അവർക്കൊരു ടൈം പാസ്. ടി വി ഒക്കെ കാണുമ്പോഴാണല്ലോ അവർ കഴിച്ചോളും. ചോറിനൊക്കെ ആണല്ലോ നല്ല വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അവർ ഫുഡൊക്കെ കഴിച്ചോളും.
പിന്നെ നമ്മൾ കോവയ്ക്ക് അരിഞ്ഞതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് ശകലം ഉപ്പും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. പച്ചക്കറിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഒന്ന് ജസ്റ്റ് വേവിച്ചെടുത്തത്. അതിന് ശേഷം നമ്മളിങ്ങനെ വെയിലത്തൊക്കെ വെച്ചത്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചു. ഇത് കണ്ടോ വെയിലത്ത് അത് കിടക്കുന്നത് കണ്ടോ. ഞാൻ ഇടയ്ക്ക് അപ്പം 2 പ്രാവശ്യം വന്ന് ഇളക്കിയൊക്കെ കൊടുത്തായിരുന്നു. ഏകദേശം നമ്മുടെ കോവയ്ക്കൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്, നല്ല വെയിലായതുകൊണ്ട് തന്നെ. ഈവനിങ് ആകുമ്പോഴേക്കും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം വന്ന്. അപ്പോൾ ഇത് ഈവനിങ് ആയപ്പോഴേക്കും നമുക്ക് ഏകദേശം നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും. നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചത് കോവയ്ക്കൊക്കെ വറുത്തെടുത്തു. അപ്പോൾ ചിപ്സ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഫൈനൽ ടച്ചപ്പ് ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.